എൻ്റെ അനുമോൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. വൈകിട്ടാണ് പോകുന്നത്. കാരണം ഈവനിങ് പോകാൻ പറ്റിയ ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിറ്റൂർ വടുതലയിലെ ഒരു ഐലൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെയുള്ള ഒരാളുണ്ട്. അപ്പോൾ ആളത് നന്നായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടതിന് ശേഷം എൻ്റെ ഈ കിളിനാദം വരാം. നമുക്കവിടെ 2 പേരാണുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ് പാക്കേജ് എന്ന് പറഞ്ഞത് 2500 ആണ് 6 പേർക്ക് ഫാമിലി. ഇത് തന്നെ ബാച്ചിലേഴ്സ് ആകുമ്പോഴേക്കും 3000 റുപ്പീസ് അതാണ് സ്റ്റാർട്ടിങ് പാക്കേജ്. 2 പേരുണ്ട്. ടോട്ടൽ കപ്പാസിറ്റി ഉള്ളത് 14 പേർക്കുള്ള ബെഡ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ബാച്ചിലേഴ്സിനാണെങ്കിൽ 8500, ഫാമിലി ആകുമ്പോൾ 8000 റുപ്പീസ്. 2 മിനിറ്റ് 15 മിനിറ്റോളം ഫുഡ് നമുക്ക് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആണ്. ഫുഡ് നമുക്ക് ചെയ്യുന്നത് 15 മിനിറ്റോളം ഈ കാണുന്ന വഞ്ചിയിൽ ട്രാവൽ ചെയ്ത് വേണം നമ്മൾ ഹോട്ടലിലേക്ക് ചെല്ലാൻ. അപ്പോൾ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ട്രിപ്പ് ഉൾപ്പെടെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ വന്ന് ചോദിക്കണം, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ജാക്കറ്റ് കിട്ടുന്നുണ്ട്. വെള്ളത്തിൽ പോകുന്നതാണോ അഥവാ വെള്ളത്തിൽ പോയാലോ എനിക്ക് നീന്തലറിയാം, എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ട്രിപ്പിന് കൊണ്ടുപോകുന്ന ആൾക്ക് അതിലൊരാൾക്ക് ഭയങ്കര വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളെയാണ് ഞാൻ ഇത്രയും വലിയ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാസ്ഥിതി. എന്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിൽ കയറിയത്. പക്ഷെ കയറി ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നമ്മൾ ഈ കാണുന്ന വീടുകളൊക്കെ ഉണ്ടോ, ഈ കാലിൻ്റെ സൈഡ് വഴിയുള്ളതാണ്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അംശം കൊണ്ട് ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇത് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു യാത്രയാട്ടോ. കാരണം വണ്ടിയുടെ ബഹളങ്ങളോ മറ്റു ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഭയങ്കര സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോകുന്നൊരു യാത്ര. ബോട്ടിംഗ് ഉണ്ട്. കാരണം ഇത് മുളവുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് വൈപ്പിനിൽ നിന്നും അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ നിന്നും ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. കാരണം മുളവുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോട്ടിംഗ് ഉള്ളതാണ്, അവിടത്തേക്ക് ഉള്ള യാത്ര. ഇത് നമ്മുടെ ഗോശ്രീ പാലമാണ്. കാരണം ഗോശ്രീ പാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതായത് എറണാകുളം ഹൈക്കോർട്ടിൽ നിന്നും കണ്ടെയ്നർ റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഗോശ്രീ പാലം കേട്ടോ. അതായത് ഗ്രാൻഡ് ഹയാത്ത് അറിയാമല്ലോ, അതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളിത് അങ്ങനെ കുറേ പ്ലെയിനായ സ്ഥലത്തിൽ കൂടെ പോയിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് അവരുടെ ലാൻഡിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഇതുവരുടെ വീടായിരുന്നു. ആ വീടിനെ അവർ റിനോവേറ്റ് ചെയ്തെടുത്തിട്ട് സഞ്ചാരികളെയാണ് അവിടത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നമുക്ക് കപ്പിൾസായിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഇനി ഒരു ബർത്ത്ഡേ പാർട്ടിയാണോ, ഇനി നമുക്കൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അവരൊക്കെ നാട്ടിൽ വന്ന സമയത്താണെങ്കിലും നമുക്ക് അവരെ കൊണ്ടുപോകാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തിരക്കുകളിൽ നിന്നും ഒരു തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പീസ്ഫുള്ളാണ്. ഇതാണ് ആ ഐലൻഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാമല്ലോ, എറണാകുളത്ത് കൂടുതൽ ഐലൻഡുകൾ ഒരുപാടുണ്ട്. കുമ്പളങ്ങി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അതുപോലെ തന്നെ നമ്മുടെ വടുതല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ കടമക്കുടി, അങ്ങനെ ഒരുപാട് ഐലൻഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയൊരു ഐലൻഡാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഐലൻഡിലേക്ക് അവിടെ ചെന്നു. ഇവിടെ ഓൾറെഡി ഈ രണ്ട് വീടുകളാണുള്ളത്. അവിടെ ഫാമിലീസ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്നില്ലല്ലോ. പക്ഷേ ഒരു ദിവസം താമസിച്ച് പോരാനൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഇട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം വേണം പോകാനായിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്നാക്സും ഒരു ചായയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ട്രിപ്പിനോടൊപ്പം തന്നെ. പിള്ളേർക്കാണെങ്കിലും ഓടിക്കളിച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ രാത്രി ആവുന്നതിന് മുന്നേ ഞങ്ങൾ റിട്ടേൺ മടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് മടങ്ങുന്നത്. അപ്പോൾ ഒരു സൺസെറ്റ് കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര, വേറെ എവിടെയും കണ്ടോ, നിങ്ങളുടെ ടെറസിൻ്റെ മേലെ കയറിയാൽ മതി. നെഞ്ഞ് സൺസെറ്റ് കാണാൻ പൈസ കൊടുക്കാൻ പൈസ ഇല്ലയെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല.